അധികാരഗർവും ഉപരോധങ്ങളും ആയുധമാക്കി മറ്റു രാജ്യങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്ന അമേരിക്കൻ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത ചരിത്രമാണ് ഇറാനുള്ളത്. 2026 ഫിഫ ലോകകപ്പിലേക്ക് ഇറാൻ എന്ന കരുത്തുറ്റ രാജ്യം ചുവട് വെക്കുമ്പോൾ കളി വെറുമൊരു മത്സരമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ കടുത്ത സൈനിക നീക്കങ്ങൾ നടത്തുന്ന ഈ യുദ്ധപ്രതീതിക്കിടയിലും കായിക ലോകത്തെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഇറാൻ സിംഹങ്ങളെ പോലെ ഗർജിക്കുകയാണ്. വിസ നയങ്ങളിലും ടിക്കറ്റ് വിതരണത്തിലും അമേരിക്കൻ അധികാരികൾ കടുത്ത വിവേചനങ്ങൾ കാട്ടിയിട്ടും ഒട്ടും പതറാതെയാണ് ഇറാന്റെ ഈ വരവ്. ഇറാൻ ടീമിന്റെ കരുത്ത് ചോർത്താൻ ടൂർണമെന്റിന് തൊട്ട് മുൻപ് വരെ വിസ അനുവദിക്കാതെ അമേരിക്ക കള്ളക്കളി നടത്തി നോക്കി. ഒടുവിൽ ആദ്യ മത്സരത്തിന് വെറും 10 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കളിക്കാർക്ക് വിസ നൽകാൻ അവർ നിർബന്ധിതരായത്. എന്നാൽ ടീം മാനേജരും അനലിസ്റ്റുകളും അടങ്ങുന്ന പ്രധാന ഉദ്യോഗസ്ഥർക്ക് വിസ നിഷേധിച്ച് അമേരിക്ക വീണ്ടും തരം താണ രാഷ്ട്രീയം കളിച്ചു. ഇതോടൊപ്പം ഇറാൻ ആരാധകർക്കുള്ള 8% ടിക്കറ്റ് വിഹിതം തടഞ്ഞു വെച്ചുകൊണ്ട് ഫിഫയുടെ സമത്വ തത്വങ്ങൾക്ക് പോലും അവർ വെല്ലുവിളിച്ചു. പക്ഷേ ഈ പ്രതിസന്ധികളെയെല്ലാം വകഞ്ഞു മാറ്റി തങ്ങളുടെ ബേസ് ക്യാമ്പ് മെക്സിക്കോയിലെ ടിജുവാനയിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ ശക്തമായ പ്രതിരോധം തീർത്തു. ഈ കടുത്ത പിരിമുറുക്കങ്ങൾക്കിടയിൽ ലോകം ഓർക്കുന്നത് 1998 ആ ചരിത്ര പ്രസിദ്ധമായ ഫ്രഞ്ച് സായാഹ്നമാണ്. അന്ന് ലിയോണിൽ അമേരിക്കയ്ക്കെതിരായ മത്സരത്തിന് മുൻപ് ഇറാനിയൻ കളിക്കാർ ചെയ്തത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കാര്യമായിരുന്നു. തങ്ങളുടെ കടുത്ത രാഷ്ട്രീയ ശത്രുക്കളായ അമേരിക്കൻ കളിക്കാർക്ക് പച്ചപ്പുൽ മൈതാനത്ത് വെച്ച് വെളുത്ത റോസാപ്പുകൾ സമ്മാനിച്ച് അവർ ലോകത്തെ അത്ഭുതപ്പെടുത്തി. നയതന്ത്രജ്ഞർക്കും വിദേശ നയ വിദഗ്ധർക്കും പതിറ്റാണ്ടുകളായി സാധിക്കാതിരുന്ന സമാധാനത്തിന്റെ സന്ദേശം കയ്യിൽ പൂക്കളുമായി വന്ന് ആ 22 കളിക്കാർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അന്ന് മത്സരത്തിന് മുൻപ് ഫ്രഞ്ച് മാധ്യമങ്ങൾ ഇറാനെ മോശമായി ചിത്രീകരിച്ച് മാനസികമായി തളർത്താൻ പരമാവധി ശ്രമിച്ചിരുന്നു. എന്നാൽ കളി തുടങ്ങിയപ്പോൾ അമേരിക്കൻ അഹങ്കാരത്തെ 1-2 ഗോളുകൾക്ക് തറ പറ്റിച്ച് ഇറാൻ തങ്ങളുടെ ആദ്യ ലോകകപ്പ് വിജയം ചരിത്ര താളുകൾ എഴുതി ചേർത്തു. അന്ന് ഇറാനിലെ തെരുവുകളിൽ ദീർഘകാലത്തെ നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി ആയിരക്കണക്കിന് സ്ത്രീകൾ അടക്കമാണ് ആ വിജയം ആഘോഷിച്ചത്. ഇന്ന് 2026 വീണ്ടും അമേരിക്കൻ മണ്ണിൽ കളി നിയമങ്ങളും രാഷ്ട്രീയവും ഇറാനെതിരെ തിരിയുമ്പോൾ ആ പഴയ റോസാപ്പ് വിപ്ലവത്തിന്റെ ആവേശവുമായി അമേരിക്കയെ അവരുടെ മണ്ണിൽ വെച്ച് തന്നെ തകർക്കാൻ ഇരട്ട ചങ്കോടെ ഇറാൻ വരികയാണ്.